ഹലോ, അസ്സലാമു അലൈക്കും. കളർഫുൾ ഈ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. UP ലെവൽ അൽമാഹിർ എക്സാമിൻ്റെ ചോദ്യ ബാങ്കിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ചോദ്യ ബാങ്കിൽ നിന്നുള്ള 50 ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ പാർട്ട് 1, 2 ഭാഗങ്ങളിലായിട്ടുണ്ട്. വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അൽമാഹിർ എക്സാമിൻ്റെ 60% ചോദ്യങ്ങളും ചോദ്യ ബാങ്കിൽ നിന്നായതിനാൽ തന്നെ എല്ലാ മക്കളും ചോദ്യ ബാങ്ക് പഠിച്ചിട്ടാണേ പോകാവൂ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, യൗമു ഷഹീദ് ഫിൽ ഹിന്ദ് എന്നാണ് രക്തസാക്ഷി ദിനം. യൗമു ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി ദിനം. ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ യനായർ 30, ജനുവരി 30. രണ്ടാമത്തെ ചോദ്യം, മാ ഉംലത്തുൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ. സൗദി അറേബ്യയുടെ കറൻസി ഏത്? റിയാൽ. മൂന്നാമത്തെ ചോദ്യം, മൽ ഹയവാനുൽ മുലക്കബ് ബിസ്മി സഫീനത്തു സഹ്റാ. സഫീനത്തു സഹ്റാ എന്ന പേരിൽ അറിയപ്പെടുന്ന മൃഗം ഏത്? സഫീനത്തു സഹ്റാ മീൻസ് മരുഭൂമിയിലെ കപ്പൽ. ജമൽ അല്ലെങ്കിൽ ഇബില്, ഒട്ടകം. നാലാമത്തെ ചോദ്യം, മാഹിയ മീസ സാനി ഒക്ടോബർ. ഒക്ടോബർ 2 പ്രത്യേകത എന്താണ്? മീലാദു വാന്തി, ഗാന്ധി ജയന്തി. അഞ്ചാമത്തെ ചോദ്യം, ഐന യഖഉ അബുദാബി. അബുദാബി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫിൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ, UAE-യിൽ. ആറാമത്തെ ചോദ്യം, മാഹിയ അഹ്മിയ അൽ ഹാമിസ് യൂനിയോ. ജൂൺ 5 പ്രത്യേകത എന്താണ്? യൗമുൽ ബിആ, പരിസ്ഥിതി ദിനം. ഏഴാമത്തെ ചോദ്യം, മാഹിയ ആസിമത്തു ദൗലത്തി ഖത്തർ. ഖത്തറിന്റെ തലസ്ഥാനം ഏത്? ദോഹ. എട്ടാമത്തെ ചോദ്യം, കം നെഹ്റൻ യജ്രി ഫി കൈരല ഇല ഷർക്ക്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളുണ്ട്? സലാസ, 3. ഒൻപതാമത്തെ ചോദ്യം, അസ്സബു മിനൽ മസാനി ഇസ്മുൻ ആഖർ ലി സൂറത്തി ഫിൽ ഖുർആൻ. മാഹിയ സൂറ. സബുൽ മസാനി എന്ന് പറയുന്നത് ഖുർആനിലെ ഒരു സൂറത്തിന്റെ മറ്റൊരു പേരാണ്. ഏതാണ് സൂറത്ത്? ഏത് സൂറത്താണ് സബുൽ മസാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്? സൂറത്തുൽ ഫാത്തിഹ. 10ാമത്തെ ചോദ്യം, മാഹിയ അഅ്ളമു ആയാമിനൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തേത്? ആയത്തുൽ കുർസി. 11ാമത്തെ ചോദ്യം, ഫി അയ്യു അഹദിൻ ജുമിയൽ ഖുർആൻ അവലൻ. ഖുർആൻ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത് ആരുടെ കാലത്താണ്? ഫി അഹദി അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്. 12ാമത്തെ ചോദ്യം, മാഹിയ സൂറ അല്ലത്തി ലൈസത്ത് ഫിഹ ബസ്മല. ഖുർആനിലെ ബിസ്മിയില്ലാത്ത സൂറത്ത് ഏതാണ്? സൂറത്തു തൗബ. 13ാമത്തെ ചോദ്യം, മാഹുവ അസ്ഗറു സൂറ ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏത്? സൂറത്തുൽ കൗസർ. 14ാമത്തെ ചോദ്യം, അയ്യു കിതാബ് ദുവ്വിന അവലൻ ഫിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഏത്? ഖുർആനുൽ കരീം. 15ാമത്തെ ചോദ്യം, അസഹുൽ കിതാബ് ബഅദൽ ഖുർആൻ. ഖുർആനിന് ശേഷം സഹീഹായി പരിഗണിക്കുന്ന കിതാബ് ഏത്? സഹീഹുൽ ബുഖാരി. 16ാമത്തെ ചോദ്യം, കമ്മിൽ ഇർഹമു മൻഫിൽ അർദ് യർഹംകും മൻഫി ഡാഷ്. ഇട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇർഹമു മൻഫിൽ അർദ് യർഹംകും മൻഫി സമാ എന്നാണ് അവിടെ വേണ്ടത്. 17ാമത്തെ ചോദ്യം, മൻഹുവ റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. 18ാമത്തെ ചോദ്യം, മാഹിയൽ അയ്യാം അല്ലത്തി തോറഫു ബിൽ അയ്യാമി തശ്രീഖ്. അയ്യാമു തശ്രീഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? ദുൽഹിജ്ജ,
11, 12, 13. 19-ാമത്തെ ചോദ്യം, മാദാ യുഖാലു ലി ഹദീസ് ഇത്തഫഖ ഫീഹി അൽ ഇമാമുൽ ബുഖാരി വൽ ഇമാമു മുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിന് പറയപ്പെടുന്ന പേരെന്താണ്? മുത്തഫഖുൻ അലൈഹി. 20-ാമത്തെ ചോദ്യം, മൻ ഹുവ അബൂ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേരെന്ത്? ഖത്താബ്. 21-ാമത്തെ ചോദ്യം, ഫി അയ്യി സന ബദഅത് ജായിസത്ത് നോബൽ. നോബൽ പ്രൈസ് ആരംഭിച്ച വർഷം ഏത്? 1901. 22-ാമത്തെ ചോദ്യം, ഉസ്തിറത് ജരീദത്തു അൽ അമീൻ മിൻ ഡാഷ്. അൽ അമീൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നായിരുന്നു? കാലിക്കോത്ത്, കോഴിക്കോട് നിന്ന്. 23-ാമത്തെ ചോദ്യം, കാന ഹാറൂൺ റഷീദ് ഖലീഫ ഫി അസ്രി ഡാഷ്. ഹാറൂൺ റഷീദ് ഏത് കാലത്തെ ഖലീഫയായിരുന്നു? അബ്ബാസിയ ഭരണകാലത്തെ. 24-ാമത്തെ ചോദ്യം, അവ്വൽ ഇംബറാത്തൂർ മിനൽ മുഗൾ. ആദ്യ മുഗൾ ചക്രവർത്തി ആര്? ബാബർ. 25-ാമത്തെ ചോദ്യം, മൻ യുലഖബ് ബി ഖലീലില്ല. ഖലീലുല്ല എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 26-ാമത്തെ ചോദ്യം, ഉമർ ബിൻ അബ്ദുൽ അസീസ് മിനൽ ഖുലഫായി ഡാഷ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഏത് ഖലീഫമാരിൽ പെട്ടതാണ്? അമവിയീൻ. 27-ാമത്തെ ചോദ്യം, മൻ ഹുവൽ മുഅദ്ദിനുൽ അവ്വൽ ഫിൽ ഇസ്ലാം. ആദ്യമായി ബാങ്ക് വിളി നടത്തിയത് ആര്? ബിലാൽ റളിയല്ലാഹു അൻഹു. 28-ാമത്തെ ചോദ്യം, മൻ ഹുവ അവ്വലു റജുൽ ഫിൽ ആലം. ലോകത്തിലെ ആദ്യ പുരുഷൻ ആര്? ആദം അലൈഹിസ്സലാം. 29-ാമത്തെ ചോദ്യം, മാ ഹുവ യൗമുൽ ഇസ്തിഖ്ലാൽ പാകിസ്ഥാൻ. പാകിസ്ഥാനിന്റെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? 1947 ഓഗസ്റ്റ് 14. 30-ാമത്തെ ചോദ്യം, മസ്മുൽ അഹ് അല്ലദീ ബുഇസ മാ മൂസ അലൈഹിസ്സലാം നബിയൻ. മൂസ നബി അലൈഹിസ്സലാമിനോടൊപ്പം നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദരനായ നബി ആര്? ഹാറൂൻ നബി അലൈഹിസ്സലാം. 31-ാമത്തെ ചോദ്യം, മൻ ഹുവ ജദ്ദുൽ ഹസൻ വൽ ഹുസൈൻ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും ജദ്ദ് ആരായിരുന്നു? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളാണ് ഹസനും ഹുസൈനും. 32-ാമത്തെ ചോദ്യം, മനിൽ മഅറൂഫ് മിന സ്വഹാബ ബിസ്സുദ്ദീഖ്. സുദ്ദീഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. 33-ാമത്തെ ചോദ്യം, മാ ഹുവൽ ഹയവാൻ അല്ലദീ റാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സുഅരിഹി. നബി തങ്ങൾ തന്റെ ചെറുപ്പകാലത്ത് മേച്ചിരുന്ന ഹയവാൻ ഏതാണ്? മൃഗം ഏതായിരുന്നു? വനം, ആട്. 34-ാമത്തെ ചോദ്യം, മൻ സമ്മൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദൻ. നബി തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേരിട്ടത് ആരായിരുന്നു? അബ്ദുൽ മുത്തലിബ്. 35-ാമത്തെ ചോദ്യം, ഐന വുലിദ മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഹിബ് ജനിച്ചത് എവിടെ? കൊടുങ്ങല്ലൂർ. 36-ാമത്തെ ചോദ്യം, മൻ വാന്തി കൈരള. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. 37-ാമത്തെ ചോദ്യം, മൻ ഹുവ മുഅല്ലിഫ് മസ്റഹിയ മജ്നൂൻ ലൈല. മജ്നൂൻ ലൈല എന്ന നാടകത്തിന്റെ രചയിതാവാര്? അഹമ്മദ് ഷൗക്കി. 38-ാമത്തെ ചോദ്യം, മൻ ഹുവ ഖസീദത്തുൽ ബുർദ അല്ലത്തി തംതദിഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ സ്തുതിക്കുന്ന ബുർദ കവിത ആരുടേതാണ്? ഇമാം ബൂസൂരി ഇമാമിൻ്റേത്. 39-ാമത്തെ ചോദ്യം, മാ ഹുവ നൗൽ അദബില്ലദി യർവി ഫീഹി അൽ കാത്തിബു കിസ്സത്ത ഹയാത്തിഹി.
എഴുത്തുകാരൻ തൻ്റെ ജീവിതകഥ പറയുന്നത് ഏത് തരം സാഹിത്യ മേഖലയിൽ പെട്ടതാണ്? സീറ. ജീവചരിത്രം. 40ാമത്തെ ചോദ്യം, മൻ യോറഫു ഷായിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷായിർ നബി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. 41ാമത്തെ ചോദ്യം, ഹസുലത്ത് ജൂഹൽ ഹാരിസി അല ജായിസ മേൻ ബുക്ര ദൗലിയ അല റിവായി ഡാഷ്. ജൂഹൽ ഹാരിസിക്ക് മാൻ ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത നോവൽ ഏത്? സയ്യിദാത്തുൽ ഖമർ. 42ാമത്തെ ചോദ്യം, അൽ ഖാനൂൻ ഫി തിബ് കിതാബുൻ മഷ്ഹൂറുൻ ലി ഡാഷ്. പ്രശസ്തമായ ഖാനൂൻ ഫി തിബ് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ഇബ്നു സീന. 43ാമത്തെ ചോദ്യം, മൻഹുവ ഷായിറുൻ നീൽ. ഷായിറുൻ നീൽ, നൈലിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഹാഫിൽ ഇബ്രാഹിം. 44ാമത്തെ ചോദ്യം, മൻഹുവ അമീർ ഷുഅറാ. അമീർ ഷുഅറാ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? അഹമ്മദ് ഷൗക്കി. 45ാമത്തെ ചോദ്യം, മാഹുവ അവ്വൽ മൂജം ഫിലോത്തുൽ അറബിയ. അറബി ഭാഷയിലെ ആദ്യ മൂജം നിഘണ്ടു ഏതാണ്? കിതാബുൽ ഐൻ. 46ാമത്തെ ചോദ്യം, മൻ അലഫ കിതാബ് അൽ മനാലിർ. അൽ മനാലിർ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഇബ്നുൽ ഹൈസം. 47ാമത്തെ ചോദ്യം, മൻഹുവ മുഅല്ലിഫ് കിതാബ് തർജുമാനുൽ ഖുർആൻ. തർജുമാനുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? അബുൽ കലാം ആസാദ്. 48ാമത്തെ ചോദ്യം, ഇഖ്തർ ഗൈറ മുതജാനിസ് മിനൽ ആതിയ. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് എടുത്തെഴുതാനാണ്. കലിമത്തു തഹാനി, കലിമത്തു ശുക്ർ, മുർസൽ ഇലൈഹി, ഇഫ്തിതാഹ്. അതിൽ ഗ്രൂപ്പിൽ പെടാത്തത് മുർസൽ ഇലൈഹിയാണ്. അത് കത്തുമായി റിസാലയുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി ബർനാമിജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. 49ാമത്തെ ചോദ്യം, ഉക്തുബ് മുത്തറാദിഫ് കലിമ ഹരിമ്. ഹരിമ് എന്ന കലിമത്തിന്റെ പകരം പദം എന്താണ്? മുസിന്ന്. 50ാമത്തെ ചോദ്യം, യസ്റഉ ഡേഷ് ഫിൽ ഹഖിൽ. ഹഖിലിൽ കൃഷി ചെയ്യുന്നു. ആരായിരിക്കും? മുസാരി, മുദരിസ്, മുഹന്ദിസ്. റൈറ്റ് ആൻസർ മുസാരി, കർഷകൻ. UP ലെവൽ ചോദ്യ ബാങ്കിൽ നിന്നുള്ള ബാക്കി ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മക്കളെല്ലാവരും അത് നന്നായിട്ട് പഠിക്കുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.